Okay, Python next എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്റർപോളേഷൻ ആണ്. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് you can take values same x equal to 1 corresponding you have y equal to some value that is pi 1. Okay, you have say x equal to x equal to x2, you have corresponding y is equal to y2, or you can have x3, then you have y3. You have such data points x1 y1 x2 y2 x3 y3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡാറ്റ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിനിടയ്ക്കുള്ള ഇപ്പോൾ ഇതാണ് x1 y1, സേ ദിസ് ഇസ് x2 y2 x3 y3 x4 y4. യു ഡോണ്ട് നോ ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ്. ഓക്കെ, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ ആണോ അതിൻ്റെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ്, ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു x1, corresponding to x2, this is corresponding to x3. okay, in between അതായത് x2ൻ്റെയും x3ൻ്റെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് കറസ്പോണ്ടിങ് ഇവിടുത്തെ y എത്രയാണ്, അതായത് there is a point x say in between x2 x3, x2ൻ്റെയും x3ൻ്റെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട് കരുതുക. ഓക്കെ, x2ൻ്റെയും x3ൻ്റെയും ഇടയ്ക്ക് ഒരു പോയിന്റ് സേ x എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ആ എക്സിന് കറസ്പോണ്ടിങ് y എത്രയാണ്, y കറസ്പോണ്ടിങ് x എത്രയാണ്. അതായത് നിങ്ങൾക്കറിയാം, ചില നമ്മൾ ഫിസിക്സിലൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെയിം ഒരു വോൾട്ടേജ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ പറ്റും സെയിം വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് ഇങ്ങനെ നോബ്സ് ഉണ്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് എ നോബ് കറസ്പോണ്ടിങ് ടു 3.3 വോൾട്ടിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കറണ്ട് കണ്ടുപിടിക്കുന്നത്. 1 കറസ്പോണ്ടിങ് കറണ്ട്, 2 കറസ്പോണ്ടിങ് കറണ്ട് ഉണ്ട്, 3 കറസ്പോണ്ടിങ് കറണ്ട് ഉണ്ട്, 4 കറസ്പോണ്ടിങ്. പക്ഷേ 3.3 എന്നുള്ള വോൾട്ടേജ് യു ക്യാൻ നോട്ട് സെറ്റ്. അപ്പം നമുക്ക് ഇതിനിടയ്ക്കുള്ള ഒരു ഡാറ്റ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഇന്റർപോളേഷൻ. ഫൈൻഡിങ് ഔട്ട് ദ ഡാറ്റ കറസ്പോണ്ടിങ് ടു എ പോയിന്റ് ഇൻ ബിറ്റ്വീൻ ദ ഡാറ്റ പോയിന്റ്സ്. ഓക്കെ, ഇന്റർപോളേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. അതായത് നമ്മൾ ശരിക്കും ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി യു ആർ ഫിറ്റിംഗ് എ പോളിനോമിയൽ യു ഡോണ്ട് നോ. അതായത് ഈ x1 y1 സേ x2 y2 x3 y3 x4 y4 ഈ പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പോളിനോമിയൽ ഫിറ്റ് ചെയ്യാണ്. സപ്പോസ് യു ഹാവ് n നമ്പേഴ്സ് ഉണ്ട് എഴുതാം. n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് n-1 ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ഉണ്ട്, അതിനെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്കറിയാം 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അതായത് സ്ട്രേറ്റ് ലൈൻ വെച്ച് ഫിറ്റ് ചെയ്യാം. ഇഫ് യു ഹാവ് 3 സെറ്റ് ഓഫ് പോയിന്റ്സ് യു ക്യാൻ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് പരാബോളിക് ആയിരിക്കും. അതായത് സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ വെച്ച് ഫിറ്റ് ചെയ്യാം. അതായത് 3 പോയിന്റ്സ്, ഇപ്പോൾ എനിക്ക് 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ 2 പോയിന്റ്സ് തമ്മിൽ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ്. ഇഫ് യു ഹാവ് 1 2 3, അപ്പോൾ ഇത് തമ്മിൽ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പരാബോള. ഇഫ് യു ഹാവ് n പോയിന്റ്സ്, നിങ്ങൾ പോയിന്റ്സ് കൂടുന്നതനുസരിച്ച് അത് ഇപ്പോൾ കേർവ്, നിങ്ങൾക്ക് കേർവിൻ്റെ രൂപം എന്താ അറിയില്ല. സോ ഇഫ് യു ഹാവ് ഇവിടുത്തെ ഒരു പോയിന്റ്സും ഇവിടെ ഒരു പോയിന്റ് ഉള്ളൂ, ഇപ്പോൾ അതിൽ ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എടുക്കുക ഫസ്റ്റ്. ഓക്കെ, ഈ പോയിന്റ് ഇവിടെ. സപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കറക്റ്റ് ആയി ഇത് ആ റിലേഷൻ അങ്ങനെ ആയിരുന്നില്ല, കുറച്ചുകൂടി ഇങ്ങനെ ആയിരുന്നു. ഫോർത്ത് ഫിഫ്ത്ത് ഇടയ്ക്ക് കുറേ പോയിന്റ്സ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ഫിറ്റ് കിട്ടി. ഇങ്ങനെയാണ് ഈ കർവ്. ഇതിങ്ങനെയല്ല, കുറേ ന്യൂമറസ് പോയിന്റ്സ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഫിറ്റ് that points with n-1th polynomial. Okay, if x lies within the range of observed data points, this method is called interpolation. Actually നിങ്ങൾ ന്യൂമറിക്കൽ മെത്തേഡിൽ യു ആർ നോട്ട് ഫൈൻഡിങ് ഔട്ട് ദ പോളിനോമിയൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂമറിക്കൽ മെത്തേഡ്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് വേണം, സം an x raised to n plus an-1 x raised to n-1 plus n-2 x raised to n-2 etc. a0, okay, or a1 x plus a0. ഇങ്ങനെ ഒരു nth ഡിഗ്രി പോളിനോമിയൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ഈച്ച് ആൻഡ് an
A1 A2 A3 ഇതൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നും കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ന്യൂമറിക്കലി കണ്ടെത്തി ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂവിൽ നിങ്ങൾക്ക് കണ്ടെത്തേണ്ട എക്സിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ദ എഫ് ഓഫ് എക്സ്. അതായത് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വൈ അറ്റ് സം എക്സ്. ഓക്കെ, ഇതാണ് ന്യൂമറിക്കൽ. Actually this is the interpolation. Okay, if the x value, okay, suppose you have നിങ്ങൾക്ക് x1 x2 say x0 y0 to you have a set of values say xn yn. ഇപ്പോൾ ഇതിന് ബിയോണ്ട് ഇവിടെയാണ് എഴുതുക. ഈ പോയിന്റ് ബിയോണ്ട് ഡാറ്റ ലിമിറ്റിന്റെ പുറത്താണെങ്കിൽ അതിന് എക്സ്ട്രാപ്പൊളേഷൻ എന്ന് പറയും. വിത്തിൻ ഡാറ്റ പോയിന്റ്സിന്റെ ഉള്ളിലാണെങ്കിൽ അതിന് ഇന്റർപോളേഷൻ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എക്സ് വോൾട്ടേജ് എക്സ് 1 അറിയാം, 2 അറിയാം, 3 അറിയാം, 4 വോൾട്ടേജ് 5 വോൾട്ട്. നിങ്ങൾക്ക് 12 വോൾട്ടിന്റെ കറസ്പോണ്ടിങ് കറണ്ട് അറിയണം. നിങ്ങൾക്ക് 10 വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 12 വോൾട്ടിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങളെ ഗ്രാഫ് വരച്ചിട്ട് 12 കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറ്. അതാണ് എക്സ്ട്രാപ്പൊളേഷൻ. സോ ഇന്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപ്പൊളേഷൻ നമ്മൾ ചെയ്യുന്നതിന് ഗ്രാഫ് വരച്ചിട്ട് നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് റിലേഷൻ പിടിക്കുന്നത് എക്സ് ആംഗിൾ 45 കറസ്പോണ്ടിങ് മിനിമം ഡിവിയേഷൻ അതൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്, ലാബിൽ ചെയ്യാറുള്ള സാധനമാണ്. അതൊക്കെയാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാപ്പൊളേഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഗ്രാഫ് ഇങ്ങനെ വരുന്ന ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതാണ് എക്സ്ട്രാപ്പൊളേഷൻ. എക്സ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് വാല്യൂ എന്താ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാപ്പൊളേഷൻ ഇന്റർപോളേഷൻ നമ്മൾ ചെയ്യാറുള്ള തന്നെ ദാറ്റ് വി വിൽ ഡു ഇൻ ഹിയർ ബൈ ന്യൂമറിക്കലി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ. അതായത് ഡാറ്റ പോയിന്റ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താനുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ആ ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ പോളിനോമിയൽ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പോളിനോമിയൽ കണ്ടെത്തുന്നത്. Suppose if you have data points say x1 y1, okay, say x2 y2 etc, say xn yn, n set of data points in which x1 x2 x3 xn are equally spaced. That is xn can be written as some x plus nh. h is the spacing between that. Okay, അതായത് you have x2 minus x1 is equal to x3 minus x2 is equal to, you can give x2 minus x1. The spacing between each, say this is x1, okay, this is x2, this is x3. The spacing between these are equally spaced. ഇവ equally spaced ആണ്. What is the relation connecting them? Their corresponding y1 y2 y3. Okay, അപ്പോൾ ആ ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് ഈസ് ദ മെത്തേഡ് ഡിറ്റർമിനേഷൻ ദ വാല്യൂ ഓഫ് y corresponding to a given x value within the range of data. There are three types of finite difference method. Three types ഉണ്ട് finite difference method എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 types finite difference മെത്തേഡിൽ ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെയാണ് ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ്. ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ്. then second one central difference method. then third one ആണ് backward difference method. അപ്പോൾ നമുക്ക് മൂന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ നോക്കാം. ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ്. ഓക്കെ, forward difference method. Forward difference operator. Forward difference operator എന്ന് പറയുന്നത്
അതായത് ഈ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററിൽ ഫോർ സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സ് x0 y0 സേ നമ്മുടെ ഡാറ്റ പോയിന്റ്സ് നമ്മൾ എടുക്കുന്നത് സേ x0 y0 ഓക്കെ x1 y1 x2 y2 etc up to xn yn. So you have n plus 1 data points. Okay. So n plus 1 data points നമ്മൾ എടുക്കുന്ന forward difference is called delta y0. So the forward difference operator delta y0 is equal to say, y1 minus y0, and delta y1 is equal to y2 minus y0. Delta y3 is equal to y delta y2 is equal to y3 minus y2 etc. ഇങ്ങനെ പോകും. And their difference or similarly second difference operator delta square y0 is equal to delta y1 minus delta y0, or this is equal to y2 minus y1 minus y1 minus y0. Okay, or that is equal to y2 minus 2y1 plus y0. Similarly, delta square y1 will be in the area, delta square y1 will be y, here it is no, delta square y0 is equal to y0 y1 y2. So here y1 means y3 minus 2 y2 plus y1, or this is actually and then delta y2 minus delta y1. ഇതുപോലെ നമുക്ക് ഡെൽറ്റ ക്യൂബ് y1 ഉണ്ട്. സിമിലർലി ഡെൽറ്റ ക്യൂബ് y0, ഡെൽറ്റ ക്യൂബ് y0 ആണ് ഡെൽറ്റ സ്ക്വയർ y1 മൈനസ് ഡെൽറ്റ സ്ക്വയർ y0. ഓക്കെ, ഡെൽറ്റ സ്ക്വയർ y1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ y1 delta y2 minus delta y1, delta y2 minus delta y1 minus delta y1 minus delta y0. Okay, ഓക്കെ, ഇത് ടേബിൾ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, forward difference table ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ you will have, okay, forward difference table. Okay, നമുക്കിപ്പോൾ സപ്പോസ് you have x0 x1 x2 x3 x4 etc. So corresponding y0 y1 y2 y3 y4 etc. Okay, so suppose you are finding out here y1 minus y0, then here this is delta y, then here you are finding out y2, okay, y2 minus y1, and here you are finding out y3 minus y2 correspondingly, then y4 minus y3. okay, ഇനി നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ്, ഇതിന് ഡെൽറ്റ y1, അപ്പോൾ അടുത്ത ഡെൽറ്റ ഹിയർ ഇതും ഇതിന്റെ ഡിഫറൻസ് ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0, ഡെൽറ്റ y2 മൈനസ് ഡെൽറ്റ y1, then ഡെൽറ്റ ഇത് നിങ്ങൾ നോക്കുക, ഇതെന്താണ്
ഇത് ഡെൽറ്റ y0, ഡെൽറ്റ y1, ഡെൽറ്റ y2, ഡെൽറ്റ y3 വരെ ഉള്ളൂ. സോ ഡെൽറ്റ y3 മൈനസ് ഡെൽറ്റ y2. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് പറഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ y0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ, okay, this is delta y, this is delta square and delta cube. Delta cube by 0 and delta square y1 minus delta square y0. അടുത്തത് delta cube y1 is equal to delta square y2 minus delta square y1. അപ്പോൾ ഇത് ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ സ്ക്വയർ y2, y1 ഡെൽറ്റ സ്ക്വയർ y2. ഇനി ഇത് അടുത്ത ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ 4 പോയിന്റ്സ് ആണെങ്കിൽ 4 പോയിന്റ്സ് ഇതിനെ, അപ്പോൾ ഡെൽറ്റ സ്ക്വയർ, ദിസ് ഇസ് ഡെൽറ്റ ക്യൂബ്, ഇനി ഡെൽറ്റ റേസ് ടു 4. സോ ഡെൽറ്റ റേസ് ടു 4 y0 ആണ് ഡെൽറ്റ ക്യൂബ് y1 മൈനസ് ഡെൽറ്റ റേസ് ടു 4 ഡെൽറ്റ ക്യൂബ് y0. അപ്പോൾ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ്, ഇഫ് യു ഹാവ് സെറ്റ് ഓഫ്, ഹിയർ ഇറ്റ് ഈസ് x4 വരെ നമ്മൾ എത്തുന്നത്, x4 y4 വരെ 5 സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ ഉണ്ടാവും, ഡെൽറ്റ സ്ക്വയർ ഉണ്ടാവും, ഡെൽറ്റ ക്യൂബ് ഉണ്ടാവും, ഡെൽറ്റ റേസ് ടു 4 വരെ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കോളംസ് ഉണ്ടാവും. നമുക്ക് ഈ ഡെൽറ്റ റേസ് ടു 4 ഒക്കെ വളരെ, ഇപ്പോൾ നമ്മുടെ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ ഡെൽറ്റ റേസ് ടു y ഒക്കെ വളരെ ചെറിയ ചെറിയ ഇതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. നമ്മളിതിൽ ശരിക്കും എല്ലാതും ഒരേ തന്നെയാണ്. ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിമിംഗ് വ്യത്യാസം വരുന്നത് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ സെയിം തന്നെയാണ്. ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ഇതേപോലെ x0 y0 ടു സേ യു ഹാവ് values from x0 y0 to xn yn, n+1 set of data points ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഇവിടെ നമുക്ക് y0 y1 y2 y3 y4 ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെൽറ്റ ഡെൽ എടുക്കുന്നു. ഡെൽ y1 is equal to y1 minus y0 del y2 is equal to y2 minus y0. ഇത് നെയിമിംഗ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ ഈ ഇതെടുക്കുന്നത് ഫസ്റ്റ്, മറ്റേല് സെക്കൻഡ് എടുത്തിരുന്നത് ഡെൽറ്റ y3 എന്ന് പറഞ്ഞാൽ y3 മൈനസ് y0, മറ്റടുത്ത് ഡെൽറ്റ y3 എന്ന് പറഞ്ഞാൽ y4 മൈനസ് y3 ആയിരുന്നു. ഇത് ഇവിടുത്തെ എടുത്തിരുന്നത്. അതുപോലെ ഡെൽറ്റ y1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ y1 എന്ന് പറഞ്ഞാൽ y2 അല്ലെങ്കിൽ ഡെൽറ്റ y0 y1 മൈനസ് y0 ആണ്. ഓക്കെ, ആ നോമൻക്ലേച്ചർ നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, ഫോർവേഡ് ഡിഫറൻസ് ടേബിളും ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിളും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് വിളിക്കുക വെച്ചാൽ ഇതിലും അതെ ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ ഇവിടെ തന്നെ എഴുതുക. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? y1 മൈനസ് y0, y2 മൈനസ് y0, y3 മൈനസ് y0, y3 മൈനസ് ഇത് y1 y2, y4 മൈനസ് y3. ഓക്കെ, ദെൻ ഇതിൻ്റെ ദിസ് ഈസ് കോൾഡ് ഡെൽറ്റ y1, ഡെൽറ്റ ഓപ്പോസിറ്റ് ഡെൽ okay, this is equal to delta y2 and this is equal to delta y3 and this is equal to delta y4. ഇനി this is delta, ഇനി delta square. ഓക്കെ, ഇവിടെ ഡെൽറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്. ഡെൽറ്റ y2 മൈനസ് ഡെൽറ്റ y1
then delta y3 minus delta y2, then delta y4 minus delta y4 minus y3. Okay, y3. ഇനി ഇതിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഡെൽറ്റ സ്ക്വയർ, ഓക്കെ, ദിസ് ഇസ് ഡെൽറ്റ സ്ക്വയർ y1. അപ്പോൾ ഇനി ഡെൽറ്റ ക്യൂബ് y1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂബ് ഓക്കെ ഹിയർ ഓക്കെ, ഇതിൻ്റെ നോമൻക്ലേച്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോമൻക്ലേച്ചർ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത് ഡെൽറ്റ y1, ഡെൽറ്റ ഇവിടെ ഉണ്ടോ y0 മുതൽ ഇവിടെ ഡെൽറ്റ y1, ഇവിടെ ഡെൽറ്റ, ഇതിനെ പറയുന്ന പേര് ഡെൽറ്റ സ്ക്വയർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡെൽറ്റ ഓഫ് y1 ദാറ്റ് ഇസ് ഇക്വൽ, ദിസ് ഇസ് ആക്ച്വലി ഇതിന്റെ പേര് ശ്രദ്ധിക്കണം, ഡെൽറ്റ സ്ക്വയർ y2 ആണ്. ദിസ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y3 ആണ്. ആൻഡ് ദിസ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y4 ആണ്. ഓക്കെ, ഡെൽറ്റ സ്ക്വയർ ആണ്. ഇനി അടുത്ത ടേബിൾ ഡെൽറ്റ ക്യൂബ് ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂബ് y3 ഉണ്ടാവുക. അപ്പോൾ അത് ദാറ്റ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y3 മൈനസ് ഡെൽറ്റ സ്ക്വയർ y2. പിന്നെ അടുത്തത് ഡെൽറ്റ ക്യൂബ് y4 ഉണ്ടാവുക. ദാറ്റ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ ക്യൂബ് y4 മൈനസ് ഡെൽറ്റ സ്ക്വയർ, സോറി, ഡെൽറ്റ ക്യൂബ് ഡെൽറ്റ സ്ക്വയർ y3. ഓക്കെ, ഇനി ഇതിന്റെ ഡിഫറൻസ് പറയുന്നത് ദാറ്റ് ഇസ് കോൾഡ് ഡെൽറ്റ is to 4y4, that is equal to delta cube y4 minus delta cube y3. So ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, here the table goes like this. ഫസ്റ്റ് ടേബിൾ നമ്മൾ പോയിരുന്നത് ഇങ്ങനെ പോയിരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, y0 ഉണ്ട്, then ഡെൽറ്റ y1, then ഡെൽറ്റ സ്ക്വയർ y2, ഡെൽറ്റ ക്യൂബ് y3, then ഡെൽറ്റ റേസ്റ്റ് y4. ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ. സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്ററും ഇതേപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. സെൻട്രൽ ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സെൻട്രൽ difference operator. Central difference operator, you have a set of values, say x0 y0 to xn yn, again n plus 1 data points. Okay, now for a set of data points, it is central difference operator delta, ഈ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഡെൽറ്റ ഓഫ് ഹാഫ് is equal to y1 minus y0, and delta of 3/2 is equal to y2 minus y1. അതായത് ഇതിന്റെ പേര് ഇട്ട ഈ രണ്ട് ഇതിന് ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യും. ഓക്കെ, ദെൻ ഡെൽറ്റ 5/2 എന്ന് പറയുന്നത് ഡെൽറ്റ 3 മൈനസ് y3 മൈനസ് y2 വരും, y3 മൈനസ് y2. ഓക്കെ, ഇങ്ങനെ എക്സെട്ര അത് പോകും. സപ്പോസ് യു ഹാവ് ഇതേപോലെ ഡാറ്റ. ഇനി ഇതിന്റെ ഡിഫറൻസിനെ ഡെൽറ്റ സ്ക്വയർ y1, ഡെൽറ്റ സ്ക്വയർ y1 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഡെൽറ്റ ഓഫ് y, കാരണം എന്താ വെച്ചാൽ ഇതിന് പറയുന്ന പേരാണ് ഡെൽറ്റ ഹാഫ് ഡെൽറ്റ. ഇവ തമ്മിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ തമ്മിൽ ഡിഫറൻസ് ആണ് എന്താ വരിക? ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 1 മൈനസ് 0,
1 മൈനസ് 0/2 ആണ്. അതിനാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ഡെൽറ്റ ഹാഫ് എഴുതും. ഇവിടെ 2 മൈനസ് 1 അപ്പോൾ 1/2. ഓക്കെ, പ്ലസ് ചെയ്യാണ്. 2 പ്ലസ് 1/2. ഇവിടെ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് 3 പ്ലസ് 2/2. ഓക്കെ, ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 3/2 മൈനസ് 1/2. 3/2 മൈനസ് 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 1. സോ ഫസ്റ്റ് നമ്മൾ ഇനി അടുത്ത ഡിഫറൻസ് ഓപ്പറേറ്ററിനെ ഡെൽറ്റ സ്ക്വയർ ഓഫ് y1 എന്ന പേരെടുക്കുന്നു. ഡെൽറ്റ സ്ക്വയർ y1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ y 3/2 മൈനസ് ഡെൽറ്റ y 1/2. അടുത്ത ഡെൽറ്റ സ്ക്വയർ y2 സിക്കൽ ടു ഡെൽറ്റ y എന്താ പറയുക, ഡെൽറ്റ y 5/2 മൈനസ് ഡെൽറ്റ y 3/2. ഓക്കെ, ഇനി അതുപോലെ ഡെൽറ്റ സ്ക്വയർ വന്ന ഡെൽറ്റ ക്യൂബ് വരുമ്പോൾ എഗെയിൻ ഇതിൻ്റെ ഡിഫറൻസ് വരിക. ഡെൽറ്റ ക്യൂബ് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂബ് y ഇത് 1 പ്ലസ് 2 പ്ലസ് 1 3/2. ഓക്കെ, അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുക. ഹാഫ് ആകുമ്പോൾ ആഡ് ചെയ്ത് ഡെൽറ്റ ക്യൂബ് 3/2. ഇതിന് ഡെൽറ്റ സ്ക്വയർ y2 മൈനസ് ഡെൽറ്റ സ്ക്വയർ y1 ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ടേബിൾ എങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ, suppose you have data points say y0, y1, y2, y3, say y4, 5 data points ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഹാഫ് ആക്കാനുണ്ട്. സോ ദാറ്റ് ദിസ് ഈസ് ഡെൽറ്റ y half, that is equal to y1 minus y0. Then here it is delta y 3/2. Then ഇവ തമ്മിലുള്ള ഡിഫറൻസ്. then ഇവ ഡെൽറ്റ y 5/2. then ഡെൽറ്റ y 7/2. ഈ ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫറൻസ് ദിസ് ഇസ് ഈക്വൽ ടു y1 y2 minus y1 and next y3 minus y2, next y4 minus y3. ഓക്കെ, ഇനി ഇവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ y1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ y 3/2 minus ഡെൽറ്റ y 1/2. then next delta y 2 വരും. അപ്പോൾ ഇനി അടുത്തതിൻ്റെ ഇവ തമ്മിൽ ഡിഫറൻസ് ആൻഡ് ഹിയർ ഡെൽറ്റ y3 ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ y 5/2 മൈനസ് ഡെൽറ്റ y 3/2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ y 7/2 മൈനസ് ഡെൽറ്റ y 5/2. ഓക്കെ, ഇനി ഇവയുടെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ ഡിഫറൻസ് ഡെൽറ്റ സ്ക്വയർ. ഓക്കെ, ഹിയർ ഡെൽറ്റ സ്ക്വയർ ആയി ഡെൽറ്റ ക്യൂബ് y 3/2 ആൻഡ് ഡെൽറ്റ ക്യൂബ് y 5/2. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത് ഡെൽറ്റ റേസ് ടു 4 3/2 5/2 മൈനസ് 3/2 2 വരിക, ഡെൽറ്റ റേസ് ടു 4. അടുത്ത ഇനി ഡെൽറ്റ റേസ് ടു 6 വരുമ്പോൾ അതിന് 3 വരും. അപ്പോൾ ഡെൽറ്റ ശ്രദ്ധിക്കുക, ഡെൽറ്റ സ്ക്വയർ y1 ആണ്, ഡെൽറ്റ ടു. ഓക്കെ,